ഹോട്ടൽ ബ്യൂട്ടി എങ്ങനെ പൂട്ടി? എവിടെയാണ് താൻ? രാമോ, വെയിറ്റർ. സാർ, എന്താ മാനേജർ സാർ, എവിടെയാണോ താൻ പോയി കിടക്കുന്നത്? ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു സാർ. ഇവിടെ ആരും കാണില്ല. എന്താണ് സോറി സാർ, നമ്മളുടെ ഒരു ഹോട്ടലിന്റെ സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ചെയ്യണ്ടേ? താൻ ഇങ്ങനെ വന്നിരിക്കുക എന്താ ഇങ്ങനെ? സാർ സോറി സാർ, സോറി സാർ. എനിക്കൊരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ, വരുന്ന കസ്റ്റമേഴ്സിനോട് നീറ്റായിട്ട് വളരെ സിൻസിയർ ആയിട്ട് പെരുമാറുക. സാർ ശരി സാർ, ശരി സാർ. കസ്റ്റമേഴ്സിന്റെ സാറ്റിസ്ഫാക്ഷൻ ആണ് നമ്മളുടെ വിജയം. സാർ ശരി സാർ. പറഞ്ഞ മനസ്സിലായി? യെസ് സാർ. അതുമാതിരി കാര്യങ്ങൾ ചെയ്യണം. ഓക്കെ സാർ. സാർ ഒന്നും കൊണ്ട് പേടിക്കണ്ട സാർ. കസ്റ്റമേഴ്സിനെ ഞാൻ കൈകാര്യം ചെയ്യുന്നത് സാർ നോക്കി കണ്ടോളൂ. കസ്റ്റമേഴ്സിനെ ശരിയാക്കി വിടുക. അവരെ തൃപ്തിപ്പെടുത്തിയിട്ട് ഞാൻ ഈ ഹോട്ടലിൽ നിന്ന് എന്തെങ്കിലും കഴിക്കും. അല്ലെങ്കിൽ എനിക്ക് പഴയ സാധനത്തിനോട് വലിയ ഇഷ്ടമില്ല. അങ്ങനെ ചെയ്താൽ നമുക്ക് രണ്ടുപേർക്കും നല്ല ഗുണങ്ങളുണ്ടാവും. അത് മനസ്സിലായി സാർ. എനിക്കെന്താണ് സാർ ഗുണം? തന്നെ ഞാൻ പെർമനന്റ് ആക്കും. കൂടാതെ തനിക്ക് നല്ല ശമ്പളം ഞാൻ കൂട്ടും. എന്നെ പെർമനന്റ് ആക്കാനേ ഗുണം. പിന്നെ സാർക്ക് എന്താ സാർ ഗുണം? 5-6 കാശുണ്ടാക്കിയാൽ എനിക്ക് 5-6 കാശ് അടിക്കാൻ പറ്റുള്ളൂ. ആരോ വരുന്നു പോകുന്നു, കസ്റ്റമേഴ്സ് വരുന്നുണ്ട്. ഞാൻ തന്നെ എല്ലാം വായിച്ചു വരുന്നുണ്ട്. സാർ ധൈര്യത്തോടെ പോയി നോക്കിക്കോളൂ. ഞാൻ കസ്റ്റമേഴ്സിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം സാർ ധൈര്യം നോക്കി കണ്ടോളൂ സാർ. നീറ്റായിട്ട് കസ്റ്റമേഴ്സിനെ ഞാൻ കൈകാര്യം ചെയ്യും സാർ. Sir, welcome to hotel. Welcome. Please take your seat, sir. Please take your seat. Sir, ഇരിക്കാനാണ് പറഞ്ഞത് സാർ, ഇരിക്കാനാ പറഞ്ഞത്. Sir, welcome to hotel beauty, sir. Welcome to. നന്നായി വിശക്കുണ്ട്. എന്താ കഴിക്കാനുള്ളേ? സാർ ഒന്നുകൊണ്ട് സാറ് ബേജാറാവണ്ട. നിങ്ങൾക്ക് വേണ്ടി വൈവിധ്യമാർന്ന വിഭവങ്ങളാണ് ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. മോനെ സാർ, സാർ എന്താണ് സാർ കഴിക്കാൻ? എനിക്ക് വിശക്കുണ്ട്. എന്റെ മകന് നന്നായി വിശക്കുണ്ട്. എന്തെങ്കിലും കഴിക്കാൻ വേഗം കിട്ടുന്ന സാർ, എന്താ? നമ്മുടെ ഹോട്ടല് നിങ്ങൾക്ക് വേണ്ടി വൈവിധ്യമാർന്ന ഭക്ഷണ പദാർത്ഥങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. കോണ്ടിനെന്റൽ, ചൈനീസ്, ഇന്ത്യൻ, അമേരിക്കൻ, ഓസ്ട്രേലിയൻ, ന്യൂസിലാൻഡ്, ബംഗ്ലാദേശ്, ഭൂട്ടാൻ, നേപ്പാൾ, ബർമ്മ, പിന്നെ ബലൂചിസ്ഥാനുണ്ട് സാർ. കോണ്ടിനെന്റൽ, ചൈനീസ്, ഇന്ത്യൻ. ഓക്കെ സാർ. സാറെ കണ്ടാൽ തന്നെ ഒരു ഇന്ത്യൻ ലുക്ക് ഉണ്ട് സാറെ. സാറിന്റെ മുഖം കണ്ടാലേ ഒരു ഇന്ത്യൻ ലുക്ക് ഉണ്ട് സാർ. അപ്പൊ ഇന്ത്യൻ ഫുഡല്ലേ സാർ സാർക്ക് വേണ്ടത്? ഇപ്പൊ കൊണ്ടുവരാം സാർ. ഒരു കാര്യം ചോദിക്കാൻ പറഞ്ഞു. ഇന്ത്യനിൽ നോർത്ത് ഇന്ത്യൻ വേണോ സാർ, സൗത്ത് ഇന്ത്യൻ വേണോ സാർ? നോർത്ത് ഇന്ത്യൻ വേണോ, സൗത്ത് ഇന്ത്യൻ വേണോ? ആ സൗത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ. സാർ, സാർ നോർത്ത് ഇന്ത്യൻ ഫുഡ് വേണോ സാർ, സൗത്ത് ഇന്ത്യൻ ഫുഡ് വേണോ പറഞ്ഞില്ല? ഓക്കെ, സൗത്ത് ഇന്ത്യൻ ഫുഡല്ലേ സാർ? സാർ സൗത്ത് ഇന്ത്യൻ ഫുഡില് കേരള, തമിഴ്നാട്, കർണാടക, ആന്ധ്ര എന്താന്ന് പറഞ്ഞില്ല? കേരള, തമിഴ്നാട്, കർണാടക, ആന്ധ്ര. സാർക്ക് നല്ല വിവരമുണ്ട്. സാറിന്റെ മോഹം കണ്ടാൽ തന്നെ അറിയാം നല്ല വിവരമുള്ള ആളാണ്. അപ്പൊ കേരള ഫുഡ് ഓക്കെ സാർ, ഇപ്പൊ കൊണ്ടുവരാം സാർ. സാർ, നമ്മുടെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഈസ് അവർ സാറ്റിസ്ഫാക്ഷൻ. കസ്റ്റമേഴ്സിനെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ ഹോട്ടലിന്റെ ധർമ്മം. കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആണ് ഞങ്ങളുടെ സാറ്റിസ്ഫാക്ഷൻ സാർ. അപ്പോ കേരള ഫുഡ് ഇപ്പൊ കൊണ്ടുവരാം സാർ. സാർ കേരള ഫുഡല്ലേ സാർ പറഞ്ഞത്? സാർ തെക്കൻ കേരള വേണോ, മലബാറി വേണോ? സാർ മോനും സാറിന്റെ മുഖം പോലെയല്ല, സാറെ പോലെയല്ല, മോന് നല്ല വിവരമുണ്ട്. മലബാറി വേണം പറഞ്ഞോണ്ടോ? മലബാറി പ്രശ്നമില്ല സാർ, ഇപ്പൊ കൊണ്ടുവരാം. സാർ മലബാറിൽ പാലക്കാടൻ വേണോ, കോഴിക്കോടൻ വേണോ സാർ? പാലക്കാടൻ വേണം, കോഴിക്കോടൻ വേണം സാർ. കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ അവർ സാറ്റിസ്ഫാക്ഷൻ സാർ. അതുകൊണ്ടാണ് ഞങ്ങൾ ചോദിക്കുന്നത്. പാലക്കാടൻ വേണം, പാലക്കാടൻ സാർ. ഓക്കെ സാർ, സാർ ക്ഷമിക്കൂ സാർ. പാലക്കാടൻ ഫുഡില്
ഊണ് വേണോ ടിഫിൻ വേണോ സാർ? അവര് വെള്ളം വേണം. വെള്ളം ഒരു പ്രശ്നമേ അല്ല സാർ. വെള്ളം ഒരു പ്രശ്നം സാർ. പച്ചവെള്ളം വേണോ സാർ? ചുടുവെള്ളം വേണോ സാർ? സാർ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ അവർ സാറ്റിസ്ഫാക്ഷൻ സാർ. ചൂടുവെള്ളം കൊടുക്കണോ? ഓക്കെ സാർ. ചുടുവെള്ളം അല്ലേ സാർ? 2 ഗ്ലാസ് അല്ലേ സാർ? സാർ ചുടുവെള്ളം കുപ്പി ഗ്ലാസ്സിൽ വേണോ സ്റ്റീൽ ഗ്ലാസ്സിൽ വേണോ എന്ന് പറഞ്ഞില്ല. വെള്ളം വേണ്ട, വെള്ളം വേണ്ട. അപ്പൊ പാലാ ടിഫിനൊന്ന് കൊണ്ടുവരുമോ സാർ? ടിഫിന് വൈവിധ്യമാകുന്ന വിഭവങ്ങളാണ് സാർ ഞങ്ങൾ നിങ്ങൾക്ക് ഒരുക്കിയിരിക്കുന്നത് ടിഫിനിലെ. അത് ഏതാണെന്ന് പറഞ്ഞില്ല സാർ. വിഭവങ്ങൾ ഏതാണ്? പറയണോ? ഇഡ്ലി സാർ. ഇഡ്ലി, വട, ഓട്ടയുള്ള വട, ഓട്ടയില്ലാത്ത വട, ദോശ, മസാല റോസ്റ്റ്, പ്ലെയിൻ റോസ്റ്റ്, ഓണിയൻ റോസ്റ്റ്, ആപ്പം, പുട്ട്. ഇഡ്ലി ഇഡ്ലി ഒരു പ്രശ്നമില്ല. ഇഡ്ലി അല്ലേ സാർ? ഓക്കെ സാർ. ഇഡ്ലി 2 പ്ലേറ്റ് ഇഡ്ലി അല്ല സാർ? 2 പ്ലേറ്റ് സാധാ ഇഡ്ലി. താൻ ഇനി വേറെ കൂടുതലൊന്നും ചോദിക്കണ്ട. ഇനി ചോദിക്കാവുന്ന ശരിയാവില്ല. 2 അല്ല പ്ലേറ്റ് സാർ. സാധാ ഇഡ്ലി സാർ 2 തരം ഇഡ്ലി ഉണ്ട് സാർ ഇവിടെ. മോൻ കരയല്ലേ മോനെ? മോൻ ഇപ്പൊ ഇഡ്ലി കൊണ്ടുവരാ. നിക്കടോ, ഇതൊന്ന് വേർപ്പിച്ചു കൊടുക്കട്ടോ അവന്. സാർ എടോ 2 പ്ലേറ്റ് സാധാ ഇഡ്ലി. അതന്നെ സാർ. 2 തരം ഇഡ്ലി ഇവിടെ ഉണ്ട്. രാമശ്ശേരി ഇഡ്ലി, സാധാ ഇഡ്ലി. അത് ഏതാ വേണ്ടതെന്ന് പറഞ്ഞില്ല. ഇനി താൻ തന്റെ കോടതി ഞാൻ എടുക്കുന്ന കുറെ നേരം ഇവിടെ മറ്റേ വിശക്കണ്ടോ? എനിക്ക് വിശക്കണ്ട, എന്റെ മകന് വിശക്കണ്ടോ? സാർ ക്ഷമിക്കൂ സാർ. സാർ സാർ വൻകുടൽ പുറത്തെടുക്കോ ചെറുകുടൽ പുറത്തെടുക്കോ എന്ന് പറഞ്ഞില്ല. ഇരിക്കൂ സാർ. ഇരിക്കൂ സാർ. ഇരിക്കൂ സാർ. കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ അവർ സാറ്റിസ്ഫാക്ഷൻ സാർ. സാർ ഇഡ്ലി 2 പ്ലേറ്റ് ഇഡ്ലി, സാധാ ഇഡ്ലി. ഇത്രയേ ഉള്ളൂ സാർ. ഇപ്പൊ കൊണ്ടുവരാം സാർ. ഇപ്പൊ കൊണ്ടുവരാം സാർ. ക്ഷമിക്കൂ സാർ. ഇരിക്കൂ. കൊണ്ടുവരാം സാർ. ഒരേ ഇല്ല സാർ. എനിക്ക് വിശക്കണ്ട, എന്റെ മകനും വിശക്കുണ്ട്. ഓ മോനെ ഇപ്പൊ വരൂടാ. സാർ താൻ വീണ്ടും വന്നോ? ഒരു കാര്യം ചോദിക്കാൻ മറന്നു സാർ. സാധാ ഇഡ്ലി പൊന്നി അരിയിൽ വേണോ മട്ട അരിയിൽ ഉണ്ടാക്കിയത് വേണോ? മോനെ വാ, നമുക്ക് പോവാം. സാർ ഇരിക്കൂ സാർ. ഇരിക്കൂ സാർ. നമ്മുടെ ഹോട്ടലിനെ പറ്റി സാർ ഒരു മിനിറ്റ് ക്ഷമിക്കൂ സാർ. നമ്മുടെ ഹോട്ടലിനെ പറ്റി സാർക്ക് അറിയാത്താണ്. ഇവിടെ ഭക്ഷണം ഉണ്ടാക്കുന്ന ആരാണ് സാർക്ക് അറിയില്ല. എനിക്കറിയില്ല. ഇവിടെ താജ് കുട്ടപ്പനാണ് ഇവിടെ ഭക്ഷണം ഉണ്ടാക്കുന്നത്. താജ് കുട്ടപ്പൻ. താജിന്ന് നേരിട്ട് ഇറക്കുമതി ചെയ്തിട്ടുള്ള പ്രശസ്തനായ കുക്കാണ് അയാള്. അറിയോ? അയാൾ ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിച്ചാൽ സാറ് വീണ്ടും വീണ്ടും ഈ ഹോട്ടലിലേക്ക് വരും. എനിക്ക് താജ് കൊണ്ടപ്പനാ. നിനക്കറിയാടാ? താജ് അറിയില്ലേ? താജ് അറിയില്ലേ സാർ? ലോകം മുഴുവൻ പരന്നെടുക്കുന്ന ഹോട്ടൽ ശൃംഖലയാണ് താജ്. 2 പ്ലേറ്റ് പൊന്നിയരിയുടെ. ഇപ്പൊ കൊണ്ടുവരാം സാർ. ഇപ്പൊ കൊണ്ടുവരാം സാർ. ഹലോ, കാര്യമില്ല. താനാരണോ? താനാണോ താജ് കുട്ടപ്പൻ? തന്നെ കണ്ട ഒരു തട്ടുകടയിലെ കുട്ടപ്പനെ പോലെ തോന്നുന്നത്. അയ്യേ, താജ് കുട്ടപ്പനാണ്. താജിന്റെ മുമ്പിലുള്ള തട്ടുകടയിലായിരുന്നു. അത് ശരി. എടോ, ഞാൻ 2 പ്ലേറ്റ് സാധാ ഇഡ്ലി, പൊന്നിയരിയുടെ സാധാ ഇഡ്ലി ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതുവരെ കാണാനില്ല. തന്റെ വെയിറ്റിന് അവിടെ പോയിടോ. അവന് വിശക്കണ്ട, എനിക്കും വിശക്കണ്ട. 2 പ്ലേറ്റ് സാധാ ഇഡ്ലി. വേഗാട്ടെ, വിശക്കണം. അത്രേ ഉള്ളൂ. ഇഡ്ലി ഗ്രൈൻഡറിൽ അരച്ചുകൊണ്ട് പിന്നെ ഈ കൈ കൊണ്ട് അരച്ചതുകൊണ്ട്. ഏത്? ഈ കൈ കൊണ്ട്? ഏതാ വേണ്ടെന്ന് മോനെ, നമുക്ക് പോവാടാ. അവന്റെ ആ കൈ കൊണ്ട് ഇപ്പൊ മാവാർന്ന് പോയിട്ട് സാർ ഇരിക്കും സാർ. സാധാ ഇഡ്ലി കൊണ്ടുവരാം സാർ. നീ വരണ്ട. നീ സാർ
സാർ കാട്ടിയത് ഇത് വേണം. നിനക്കിട്ട് രണ്ടും ഞാൻ തരും. കൈകൊണ്ടാണോ തരുമോ വടി കൊണ്ടാണോ തരുമോ? സാർ നീ മാറ്. നന്നായിട്ട് നടത്താന്ന് വിചാരിച്ച ഹോട്ടല് ഇതുകൾ കാരണം കൊണ്ട് അടക്കേണ്ടി വരുന്ന തോന്നുന്നത്. മോർണിംഗ് മാനേജർ സാർ, എന്നെ പെർമനന്റ് ആക്കണവർ എന്തായി സാർ? പെർമനന്റ് ആക്കുന്നു. കാണിച്ചേരെ തന്നെ പെർമനന്റ് ആക്കുന്നു. സാർ അതുവഴി പോണോ സാർ, ഇതുവഴി പോണോ സാർ? പോണം.